കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റേഷൻ വ്യാപാരികളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ജൂലൈ 8, 9 തീയതികളിൽ നടക്കുന്ന റേഷൻ വ്യാപാരികളുടെ 48 മണിക്കൂർ രാപ്പകൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വൈക്കം താലൂക്ക് റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമരസമിതി വിശേഷാൽ പൊതുയോഗം നടത്തി. വൈക്കം വ്യാപാര ഭവൻ ഹാളിൽ നടന്ന യോഗം സംയുക്ത സമരസമിതി താലൂക്ക് ചെയർമാൻ വി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യാതൊരു പ്രയോജനമില്ലാത്ത ക്ഷേമനിധിയാണെന്നുള്ളത്. പ്രതിമാസം 200 രൂപ വീതം ഓരോ വ്യാപാരിയും ക്ഷേമനിധിയിലേക്ക് അടയ്ക്കുന്നുണ്ട്. ഇതിന് മരണാനന്തര സഹായമില്ല, ചികിത്സാ സഹായമില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം കിട്ടുന്നില്ല. 1500 രൂപ പെൻഷൻ, അതും ഇപ്പം 3 മാസമായി കിട്ടാതായിട്ട്, 4ാമത്തെ മാസമാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഈ കൊടുക്കുന്ന ഞങ്ങളുടെ വിഹിതം ഭരണച്ചെലവിന്, ക്ഷേമനിധിയുടെ ഭരണച്ചെലവിന് മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. അപ്പോൾ സർക്കാർ വിഹിതം നിശ്ചയിച്ച് ക്ഷേമനിധി പുനർക്രമീകരിച്ച് റേഷൻ വ്യാപാരികൾക്ക് പ്രയോജനപ്രദമായ വിധത്തിൽ അതിനെ കൊണ്ടുപോകണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഞങ്ങളുടെ സമരം. കൺവീനർ ജിനീഷ് കുമാർ, സെക്രട്ടറി KD വിജയൻ ഇടയത്ത്, I ജോർജ് കുട്ടി, ജിൻഷോ ലൂക്കോസ്, അജീഷ് P നായർ, NJ ഷാജി, M ജയപ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, അപാകതകൾ പരിഷ്കരിച്ച് നടപ്പിലാക്കുക, ക്ഷേമനിധിയിൽ വ്യാപാരികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, കിറ്റ് കമ്മീഷൻ നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് പാളയം രക്തസാക്ഷി മണ്ഡപത്തിനു മുൻപിൽ നടത്തുന്ന 48 മണിക്കൂർ രാപ്പകൽ സമരത്തിൽ താലൂക്കിലെ മുഴുവൻ വ്യാപാരികളെയും പങ്കെടുപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സ്ത്രീകൾ അടക്കമുള്ള 100 കണക്കിന് വ്യാപാരികൾ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഫാക്ട്, വൈക്കം. ഇഷ്ടങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോൾ ജീവിതം എത്ര മധുരകരമാണ്. ഞാൻ അറിയാത്ത എന്റെ കഴിവുകളെ കണ്ടെത്തി തന്നത് എന്റെ ഹസ്ബൻഡാണ്. ഈ സ്നേഹത്തെക്കാൾ വലിയ സന്തോഷം മറ്റെന്താണ്? ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം. ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈങ് യുവർ ലൈഫ്.